Ladies and gentlemen, welcome to Shamsi for Tech. ഒരു കാര്യം പറയാണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് നിർബന്ധമായിട്ടും വേണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. നിർബന്ധമായിട്ട് കമൻറ്റ് വേണം. ഹൈ റീച്ച് ലെവലിലേക്ക് എത്തണം. അപ്പോൾ അത് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗൈസ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് കിടക്കല. ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ മോട്ടറോള 2 ഡിവൈസുകൾ ഇറക്കാൻ പോകുന്നുണ്ട്. മിഡ് റേഞ്ച് സെഗ്മെന്റിലുള്ള 2 സ്മാർട്ട് ഫോൺ ഈ മാസമാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ മെയ് മാസത്തിലാണ് ലോഞ്ചിങ്. ഒന്ന് മോട്ടറോളയുടെ G87 മോട്ടറോളയുടെ G47 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു മൈനർ അപ്ഗ്രേഡേഷനുമായിട്ടാണ് ഈ 2 സ്മാർട്ട് ഫോണുകളും വരാൻ പോകുന്നത്. ആദ്യത്തെ മോട്ടറോള G80ലേക്ക് നമുക്ക് നേരെ കടന്നാലോ ഗൈസ്. പറയാൻ പോകുന്ന സ്പെക്ക് ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പെക്കും കൂടെ. മോട്ടറോള ഇതിൻ്റെ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത് ഡിമെൻസിറ്റിൻ്റെ 6400 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 12 GB റാം, 256 GB സ്റ്റോറേജ്, പിന്നെ 6.7 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും 120 Hz റിഫ്രഷ് റേറ്റ്, 5200 mAh ബാറ്ററി, പിന്നെ 30 വാട്ട്സിൻ്റെ ചാർജർ പെട്ടി ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ അത് പോരാത്തതിന് കവറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ ക്യാമറ മെഗാ പിക്സൽ ആണെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. 200 മെഗാ പിക്സലിലെ ക്യാമറയും 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. 2 ക്യാമറ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. പിന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ് 32 മെഗാ പിക്സലാണ് വരുന്നത്. UFS ആണെങ്കിൽ 2.2 LPDDR 4Xന്റെ റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ UFS ആണെങ്കിൽ 2.2 ആണ്. അതുകൊണ്ടാണ് ഇതൊരു മിഡ് റേഞ്ച് സെഗ്മെന്റ് ഫോണാണെന്ന് പറയാനുള്ള ഒരു റീസൺ. ഇമ്പ്രൂവ്മെന്റ് വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മെഗാ പിക്സലാണ് ഒരു വലിയൊരു ഇമ്പ്രൂവ്മെന്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 5200 mAh കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി, പിന്നെ 33 വാട്ട്സിന്റെ ചാർജറായിട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. അതും പോരാണ്ട് പിന്നെ ഇത് IP68 IP69 റേറ്റിംഗ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. എന്താണ് നിങ്ങളെ താല്പര്യം? ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അടിപൊളി ഫോണും കൂടിയാണ്. ബ്ലോട്ട് വെയറോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ഫോണിനുള്ളത്. എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. ഇനി മോട്ടറോളയുടെ G47 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും വരാൻ പോകുന്നുണ്ട്. അത് ഈ മാസം തന്നെയാണ് ഇറങ്ങുന്നത്. ഡിമെൻസിറ്റിന്റെ 6300 ചിപ്സെറ്റ് ആണ്. പിന്നെ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 5200 mAh ബാറ്ററി, UFS 2.2 LPDDR 4X റാം. പ്രൈമറി ക്യാമറയിലേക്ക് വരുമ്പോൾ ഇതൊരു 108 മെഗാ പിക്സലിലെ പ്രൈമറി ക്യാമറയും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 30 വാട്ട്സിൻ്റെ ചാർജർ, IP68 IP69 റേറ്റിംഗ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററിയാണ്. അതും 5200 mAh ബാറ്ററി, പിന്നെ 30 വാട്ട്സിൻ്റെ ചാർജർ. അതും വീണ്ടും ബോക്സിൻ്റെ ഉള്ളിൽ വീണ്ടും ഉണ്ടാവുന്നതാണ്. പിന്നെ കവറും സ്ക്രീൻ പ്രൊട്ടക്ടറും ഒക്കെ കൂടെ അതിന് കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ ഫോണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് പഠിക്കാം. എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. വിവോൻ്റെ ഒരു മടക്കണ ഫോണുണ്ട്, ബുക്ക് ടൈപ്പ് ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. വിവോൻ്റെ X-Fold 6 എന്ന് പറയുന്ന 6th ജനറേഷൻ ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ മാസമാണ് അതിൻ്റെ ലോഞ്ചിങ്. റെൻഡറും ഞാൻ ഇതിലിടാം, പോയിട്ട് കാണാം. അടിപൊളി ഫോണാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. ആദ്യമായിട്ടാണ് ഒരു ഫോൾഡ് ഫോണിൽ 7000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ട് ഇറങ്ങുന്ന ഒരു ഫോണ്. പിന്നെ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റും കൂടെ ഉണ്ട്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9500 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. LPDDR 5X റാം, UFS ആണെങ്കിൽ 4.1. പിന്നെ ബാറ്ററി 7000 mAh ബാറ്ററി, പിന്നെ വയർലെസ് ചാർജിങ് എല്ലാം സപ്പോർട്ട് ചെയ്യും. പിന്നെ എൻ്റെ ഒരു പ്രതീക്ഷയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ബൈപ്പാസ് ചാർജിങ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോൺ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഫോൾഡിൻ്റെ മടക്ക് അല്ലെങ്കിൽ ക്രീസും കാര്യങ്ങളൊന്നും അവർ നമ്മുടെ അടുത്ത് റിവീലൊന്നും ചെയ്തിട്ടില്ല. കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ക്രീസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ ഗൈസ്, പക്ഷെ നിലവിൽ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. 7000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഈ ഒരു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ഫോൾഡ് ഫോണിൻ്റെ ഉള്ളിൽ 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന
ഒരു ഹൈ എൻഡ് ഫോണായിട്ട് മാറാൻ പോകുന്നത് ഈ ഒരു ഫോണ്. പിന്നെ അതും പോരാണ്ട് 200 മെഗാ പിക്സലിലെ പ്രൈമറി ക്യാമറ, 200 മെഗാ പിക്സൽ പെരിസ്കോപ്പിക് ക്യാമറ, 50 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് ഈ വിവോൻ്റെ ഫോൾഡ് 6 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 50 മെഗാ പിക്സലാണ് വരുന്നത്. പിന്നെ ഇന്നർ സ്ക്രീനിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ പറയാനുണ്ട്. ഇന്നർ സ്ക്രീനും ഔട്ടർ സ്ക്രീനും രണ്ടും OLED ഡിസ്പ്ലേ ആണ്. ഇന്നർ സ്ക്രീൻ വരുന്നത് 8 ഇഞ്ചും ഔട്ടർ സ്ക്രീൻ വരുന്നത് 6.5 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. രണ്ടും LTPO ഡിസ്പ്ലേയും കൂടെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങളിതിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടോ? ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ഗായ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഹോണറിൻ്റെ മാജിക് V6 ജൂണിൽ വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് തീരുമാനം ഒന്നും ആയിട്ടില്ല. പക്ഷേ അപ് ടു ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഫോണ് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബൈപ്പാസ് ചാർജിങ് ആണ്. അത് ഇതിലും കൂടെ കൊടുന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇറ്റ്സ് എ വേറെ ലെവൽ സാധനമായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളത് മോട്ടറോളയുടെ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് എഡിഷൻ ഫോൺ വരാൻ പോകുന്നുണ്ട്. ഹൗസ് ഓഫ് മോട്ടോ എന്നാണ് ഈ ഒരു ഫോണിൻ്റെ പേര്. ഇതൊരു ഒരു വയലറ്റ് കളർ ഒരു ലിമിറ്റഡ് സറോസ്കി എഡിഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നത്. മോട്ടറോള സിഗ്നേച്ചർ എന്താണോ അത് തന്നെയാണ് ഇത്. പക്ഷേ ഇതൊരു ലിമിറ്റഡ് എഡിഷൻ ഫോണും കൂടിയാണ്. സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നത്. LTPO ഡിസ്പ്ലേ ആണ്. അതും 165 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 1 Hz to 165 ആണ് വരുന്നത്. 5200 mAh ബാറ്ററി ബാക്കപ്പ്, 90 വാട്ട്സിൻ്റെ ചാർജർ, 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാർബൺ സിലിക്കോൺ ടെക്നോളജി ബാറ്ററി, അതും 5200 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 3 ക്യാമറകൾ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പിക് ക്യാമറ, പിന്നെ 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ പോരാത്തതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ, അതും 50 മെഗാ പിക്സലാണ് വരുന്നത്. ഇതിൽ ആരും പറയാത്ത ഒരു കാര്യം ഈ ഒരു ഫോണിൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകണം. ഇതുവരെയായിട്ട് ഒരു റിവ്യൂസ് ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു ഫോണിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൽ ഡിസ്പ്ലേ പോർട്ട് സപ്പോർട്ട് ചെയ്യും. 1.4ൻ്റെ ഡിസ്പ്ലേ പോർട്ട്. ഈവൻ വലിയ ഹൈ എൻഡ് ഗെയിമിംഗ് ലാപ്ടോപ്പ് വരെ ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇതുവരെയായിട്ട് ആരും പറയാത്ത ഒരു കാര്യം തന്നെയാണ് ഇതിലുള്ളത്. ഈ മോട്ടറോള സിഗ്നേച്ചർ എന്ന് പറയുന്ന ലിമിറ്റഡ് എഡിഷനും അല്ലാത്ത എഡിഷനിലും ഡിസ്പ്ലേ പോർട്ട് മെയിൻ ഹൈലൈറ്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും വലിയ പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ പോർട്ട് വെച്ചിട്ട് ഈ ഫോൺ വെച്ചിട്ട് വലിയ ഹൈ എൻഡ് ഗെയിമിംഗ് മോണിറ്ററുള്ള ഡിസ്പ്ലേ പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന മോണിറ്ററിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും. ഒരു കിഡിലോൾസ്കി സാധനമാണ് ഈ മോട്ടറോള സിഗ്നേച്ചർ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീണ്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു സാഡ് ന്യൂസ് ആയിട്ട് ഞാൻ വരാൻ പോകുന്നുണ്ട്. സാഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ജനറലായിട്ട് ഞാൻ പറയുന്ന ഒരു സാഡ് ന്യൂസും കൂടെയാണ് ഇത്. കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷം യുദ്ധം മാത്രമല്ല, അല്ലാണ്ട് തന്നെ ഒരു ഡിസാസ്റ്റർ ഇയർ ഓഫ് ദി ഇയർ എന്ന് വേണമെങ്കിൽ കണക്കൂട്ടാം. 2025 കഷ്ടമാണ് 2026. കാരണം ഫുഡിൻ്റെ കാര്യത്തിലായാലും യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും കോമ്പണൻസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഡിസാസ്റ്ററാണ്. ഇനി വരാൻ പോകുന്ന ഫോണുകൾക്കൊക്കെ വില കൂടാൻ പോവുകയാണ്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോകളിൽ പറഞ്ഞിരുന്നു സാംസങ് LPDDR4X റാം നിർത്തിയിട്ട് DDR5ഉം DDR5X റാമിലേക്ക് അവർ സ്വിച്ച് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ്. അതിൻ്റെ ഒരു കോൺക്ലൂഷൻ ഇപ്പോൾ പറയാൻ നിൽക്കണം. ഇനി ഫോണുകൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലകളിൽ ഫോൺ വരാൻ പോകുന്നില്ല. ഇനി 1500 1300 റേഞ്ചുകളുള്ള ഫോണുകൾ മാറിയിട്ട് 2000 2200 2500 റേഞ്ചുകളിലുള്ള ഫോണുകളിലേക്കാണ് ഇന്ന് കമ്പനികൾ മാറാൻ പോകുന്നത്. ഇനി LPDDR5 ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5X
റാമുകൾ വന്നു കഴിഞ്ഞാൽ അറിയാലോ ഫോണിൻ്റെ വിലകൾ പറയാനില്ല. നമ്മളെ പോക്കറ്റ് കീറും, കടന്നിട്ട് കീറിക്കൊല്ലും നമ്മളെ. ഇനി UFS 2.2 സിസ്റ്റം എടുത്ത് കളയാൻ പോവുക. ഇനി 3.1 വരും, LPDDR5 അല്ലെങ്കിൽ 5X റാം അല്ലെങ്കിൽ 5T റാം ആയിരിക്കും വരാം. ഇനി ഹൈ എൻഡ് സീരീസ് ഫോണുകളിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 80 ലൈറ്റ് Gen 6 ചിപ്സെറ്റും വരുന്നുണ്ട്. 80 ലൈറ്റ് Gen 6 Pro എന്ന് പറയുന്ന ചിപ്സെറ്റും വരാനും പോകുന്നുണ്ട്. ഫോണുകളുടെ വില കുതിച്ച് കയറാൻ പോവാണ്, ഒരു രക്ഷയല്ല. ആ രീതികളിൽ വില മാറും. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് കാണാം. പിന്നെ അത് മാത്രമല്ല, പുതിയ സർവേ പ്രകാരം ഇന്ത്യൻ മാർക്കറ്റുകളുടെ കണക്ക് പ്രകാരം ഫോണിൻ്റെ വില കൂട്ടിയതിൻ്റെ കാരണം, ഹൈക്നെസ് കാരണം ഫോണുകൾ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാരൊന്നും ഹൈ എൻഡ് ഫോണുകളൊന്നും ഇപ്പം നിലവിലൊന്നും എടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഈവൻ മിഡ് റേഞ്ച് സെഗ്മെന്റ് ഫോണുകൾ വരെ ആൾക്കാർ ഒരു 5 വട്ടം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ശ്രദ്ധിച്ചും കണ്ടിട്ടും നിങ്ങൾ ഫോൺ എടുക്കുക. അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക. പക്ഷേ കമ്പനിക്കാർ നിങ്ങളടുത്ത് തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ചിട്ട് 6 വർഷം 7 വർഷം പറഞ്ഞിട്ട് നിങ്ങളെ കൊല്ലിക്കും. ആ രീതികളിലായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ നടക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ കേട്ട് വലിയ വലിയ ഹൈ എൻഡ് കമ്പനികളൊക്കെ അടച്ചുപൂട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. കാര്യമായിട്ടും നടക്കും. ചില കമ്പനികളൊക്കെ ചിലപ്പോൾ പൂട്ടി പോകേണ്ടി വരേണ്ട അവസ്ഥകൾ വരും. ഇനി പറയാൻ വെച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽമിയും OnePlusഉം ഒരുമിച്ചിട്ട് പ്രവർത്തിക്കാൻ പോവാൻ. മുന്നത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഓപ്പോയും റിയൽമിയും ഒരേ സർവീസ് സെൻ്ററാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്രാവശ്യം റിയൽമിയും OnePlusഉം ഒരുമിച്ചിട്ട് പ്രവർത്തനം നടത്താൻ പോകണം. കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ലേബർ കോസ്റ്റ് കട്ടിങ് ഒക്കെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥകളിൽ OnePlusന് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് OnePlusൻ്റെ സ്റ്റാഫുകളും റിയൽമിയുടെ സ്റ്റാഫും ഒരുമിച്ചിട്ട് പ്രവർത്തനം നടത്താനും പോകുന്നുണ്ട്. ഒരാൾ തന്നെയാണ് സർവീസ് സെൻറ്റർ. ഇതിൻ്റെ മെയിൻ സർവീസ് സെൻറ്ററിനെ നടത്തുന്ന ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തന്തപ്പിടിയായ ഓപ്പോയാണ് 2 ആൾക്കാർക്കും സർവീസ് സെൻറ്ററും സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിയൽമിയുടെ CEO ആണ് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞത്. അപ്പോൾ 2026 ഈസ് എ ഡിസാസ്റ്റർ ഇയർ ഫോർ എവറി സിംഗിൾ പേഴ്സൺ. എവറി സിംഗിൾ പേഴ്സൺ ഈസ് റണ്ണിങ് ത്രൂ ഡിസാസ്റ്റർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ OnePlusൻ്റെ സർവീസ് സെൻറ്റർ എവിടെയാണെന്നാണ്. OnePlusൻ്റെ സർവീസ് സെൻറ്റർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓപ്പോ എന്ന് പറയുന്ന തന്തപ്പടിയാണ് സർവീസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. എന്തായാലും ഡിസാസ്റ്റർ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും, 2027 ഇതിനെക്കാട്ടും ഡിസാസ്റ്റർ ആവും മൊബൈൽ ഇൻഡസ്ട്രിയിൽ. ഇനി വേറൊരു അപ്ഡേറ്റും കൂടെ വരാനുണ്ട്, അത് കേട്ടാൽ നിങ്ങൾ നെട്ടും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ വിവോൻ്റെ X300 അൾട്രയും അതേപോലെ ഓപ്പോൻ്റെ X9 അൾട്രയിലും വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇത് മിക്ക ഫോണുകളിലും ഈ ഒരു അപ്ഡേറ്റ് വരും. അതായത് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രമണികളെ ഓഡിയൻസുകളെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എയർ ഡ്രോപ്പ് ഫങ്ഷൻ വിത്ത് ക്വിക്ക് ഷെയർ ഫങ്ഷനാലിറ്റി ഓപ്പോൻ്റെ X9 അൾട്രയിലും വിവോൻ്റെ X300 അൾട്രയിലും വരാൻ പോകുന്നുണ്ട്. മുന്നത്തെ ഒരു വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു സാംസങ് സീരീസ് ഫോണുകളിലും എയർ ഡ്രോപ്പ് ഫങ്ഷനും ക്വിക്ക് ഷെയർ ഫങ്ഷനും വരാൻ പോകുന്നുണ്ട്. അതേ സെയിം ഫങ്ഷൻ തന്നെയാണ് ഓപ്പോൻ്റെ X300 അൾട്രയിലും അതേപോലെ തന്നെ ഓപ്പോൻ്റെ X9 അൾട്രയിലും വിവോൻ്റെ X300 അൾട്രയിലും വരാൻ പോകുന്നത്. ഗ്രേറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ലെറ്റ്സ് ഷെയർ ടു എവരിബഡി. നമുക്ക് വാട്സാപ്പിൻ്റെ അപ്ഡേറ്റിലേക്ക് കടന്നാലോ. വാട്സാപ്പിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് വാട്സാപ്പിൻ്റെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് മാറാൻ പോവുകയാണെന്ന് പറഞ്ഞ് മെയിൻ ചാറ്റ് സ്ക്രീനിൽ ഇനി നമ്മുടെ ലിക്വിഡ് ഗ്ലാസ് യൂസർ ഇൻ്റർഫേസ്
വരാൻ പോവേണമെന്നാണ് പറയണത്. ഇത് ഐഫോണിൽ റോൾ ഔട്ട് ആവുമെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആൻഡ്രോയിഡിലും ഈ ഒരു അപ്ഡേറ്റ് റോൾ ഔട്ട് ആവും എന്നാണ് പറയണത്. അപ്പോൾ iOS 26 യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം എന്താണ് ലിക്വിഡ് യൂസർ ഇൻ്റർഫേസ്. ഓപ്പോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഷിയോമി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും OnePlus യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും റിയൽമി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ അറിയാം എന്താണ് ഈ ലിക്വിഡ് യൂസർ ഇൻ്റർഫേസ്. ഇനി നിങ്ങൾ ഐഫോൺ 17 പ്രോവും പ്രോ മാക്സും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്കറിയാം എന്താണ് ഈ സംഭവം. അതേ സെയിം സംഭവം തന്നെയാണ് ഈ വാട്സാപ്പിൽ വരാൻ പോകുന്നത്. ഇതൊരു ഇൻസ്പയറിംഗ് ആണ്. ആരെ കയ്യിൽ നിന്ന്? ആപ്പിളിൽ നിന്നൊരു ഇൻസ്പയറിങ് ഒരു കോപ്പി അടിച്ചിട്ട് ഇപ്പോൾ വാട്സാപ്പ് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതും ഷെയർ ചെയ്യാനുള്ളതും. ഹോണറിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഹോണറിൻ്റെ വാച്ച് ഉണ്ട്, 6+ എന്ന് പറഞ്ഞ വാച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ വാച്ചിന് ബാറ്ററി ലൈഫ് 35 ദിവസത്തെ ബാറ്ററി ലൈഫാണ് പറയണത്. കണ്ണുള്ളി പോയി, ഒന്നും പറയാനില്ല മക്കളെ. ചൈനയിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റെൻഡർ ഞാൻ ഇതിലിടുന്നുണ്ട്. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് അറിയാലോ, ഹുവാവിയുടെ വാച്ച് GT6ന് 21 ദിവസം ബാറ്ററി ലൈഫ് ആണെങ്കിൽ ഹോണറിൻ്റെ ഈ വാച്ച് 6+ന് 35 ദിവസത്തെ ബാറ്ററി ലൈഫാണ് നമുക്ക് തരാൻ പോകുന്നത്. അപ്പോൾ തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാശാണ് പ്രശ്നം. എന്തായാലും നിങ്ങൾ ഏറ്റെടുക്കുക കാര്യങ്ങൾ. പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ റിലയൻസ് കമ്പനി ഇന്ത്യയിൽ ഒരു വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോവാണ്. AI-ൻ്റെ ഡാറ്റാ സെൻറ്റർ വിശാഖപട്ടണത്തിൽ കൊണ്ടുവരാൻ പോവാണ്. 17 കോടി ബില്യൺ US$ അവരതിന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. AI ഡാറ്റാ സെൻറ്റർ, അതായത് നിലവിൽ ഗൂഗിളിൻ്റെ ഡാറ്റാ സെൻറ്ററിനെക്കാട്ടും എത്രയോ മടങ്ങ് വലിപ്പത്തിലുള്ള ഒരു ഡാറ്റാ സെൻറ്ററുമായിട്ടാണ് ഇന്ത്യയിൽ റിലയൻസ് കൊണ്ടുവരാൻ പോകുന്നത്. അതും തമിഴ്നാട്ടിലെ വിശാഖപട്ടണത്തിൽ. ഞാൻ എന്താ പറയേണ്ടത് ഇവന്മാരോട്? സത്യം പറയാലോ, ഇങ്ങനെയാണ് കമ്പനികൾ വേണ്ടത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കോമ്പറ്റീഷൻ വേണം, ആൾക്കാർക്ക് ജോലി കൊടുക്കണം. AI-നെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒരുപാട് യുവ ജനങ്ങൾക്ക് ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സംരംഭം ഇന്ത്യയിൽ വേണം. അതിനാണ് ഈ മഹാന് മുകേഷ് അംബാനി എന്ന് പറയുന്ന മഹാന് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വിശാഖപട്ടണത്തിൽ 17 കോടി US$ AI ഡാറ്റാ സെൻറ്റർ തുറക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് മനുഷ്യ നിങ്ങൾക്ക് കേരളത്തിൽ കൊടുന്നൂടാ എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കാനുള്ളത്. തമിഴ്നാട് ഗവൺമെൻറ് ഉണ്ടല്ലോ, അവന്മാർ വേറെ ലെവൽ തന്നെ. അവരുടെ ചിന്താഗതി നമ്മുടെ കേരള സർക്കാരിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കേരളം വേറെ തന്നെ മാറിയിരുന്നു. എന്നാണ് ഗവൺമെൻറ്റുകാരെ നിങ്ങളെ തലക്കൊന്ന് ഉദിക്ക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയെങ്കിലും തല ഒന്ന് ഉദിക്ക്. വല്ല പുതിയ ഭരണകൂടമുള്ള പിള്ളേരൊക്കെ കൊണ്ടുവരാൻ നോക്ക്. അതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. എന്തെങ്കിലും നിങ്ങൾ ചാട്ടപ്പിച്ച് നശിപ്പിച്ച് കളയും. 2 പാർട്ടിക്കാരും അതെ, LDF അതെ, UDF അതെ. ഒരു കാര്യമില്ല. വേസ്റ്റ് ഓഫ് ടീം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടീം. ഹാറ്റ്സ് ഓഫ് ടു റിലയൻസ് ഗ്രൂപ്പിനും തമിഴ്നാട് ഗ്രൂപ്പിനും അവിടുത്തെ പാർട്ടിക്കാർ കേട്ടോ. പറയേണ്ടത് പറഞ്ഞേ പറ്റൂ. ഇതൊരു ക്രിറ്റിസിസം ആയിട്ട് നിങ്ങൾ എടുക്കണം. ആരെടുത്ത്? കേരള ഗവൺമെൻറ്റിനോട് പറയണം. നിങ്ങളൊരു വലിയൊരു ഡാറ്റാ സെൻറ്റർ, AI ഡാറ്റാ സെൻറ്റർ കേരളത്തിൽ കൊണ്ടുവരും. ഏക്കർ കണക്കിന് സ്ഥലം എടുത്തിട്ട് AI ഡാറ്റാ സെൻറ്ററുകൾ കൊടുത്തിട്ട് അവിടുത്തെ നാട്ടിലത്തെ പിള്ളേരുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ നോക്ക്. അല്ലാണ്ട് തമ്മിലടിച്ച് പാർട്ടി ഉണ്ടാക്കാനല്ല ശ്രമിക്കട്ടെ. എന്താണ് എനിക്ക് നിങ്ങളടുത്ത് പറയാൻ? എനിക്ക് കൂടുതലൊന്നും പറയാനല്ലെങ്കിൽ ചിലപ്പോൾ കലിയൊക്കെ വരും. എന്താ ഞാൻ പറയട്ടെ നിങ്ങളടുത്ത്? ഒരു രക്ഷയില്ല. പക്ഷെ റിലയൻസ് കൊടുന്ന ഈ ഒരു സംരംഭം ഉണ്ടല്ലോ, ഗ്രേറ്റ്. പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ബെൽക്കിന് ചൈനയിൽ ഒരു പവർ സ്റ്റേഷന് കൊടുത്തിട്ടുണ്ട്. 2500 വാട്ട്സിൻ്റെ പവർ സ്റ്റേഷനാണ് കൊടുത്തിട്ടുള്ളത്. 7 ഡിവൈസുകൾ ഇതിൽ ചാർജ് ചെയ്യാനാണ് പറ്റും എന്നാണ് പറയണത്. അതൊരു സംഭവം തന്നെയാണ്.
4 പോർട്ടുകൾ വരുന്നുണ്ട്, 2 Type-C, പിന്നെ 2 USB-A പോർട്ടും. Type-C 2 പോർട്ടുകളിലും 70 വാട്ട്സ് 70 വാട്ട്സിൻ്റെ ചാർജർ കാര്യങ്ങൾ ചെയ്യാം. ഹെവി ഹൈ എൻഡ് ലാപ്ടോപ്പ് കാര്യങ്ങൾ ചെയ്യാം. ഇനി ഹൈ എൻഡ് ഫോൺസുകളുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ പോരാത്തതിന് Type-Cൻ്റെ പവർ ബാങ്ക് ഉണ്ടെങ്കിലും അതും ചെയ്യാം. 70 വാട്ട്സ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ 2 Type-A പോർട്ടുകളുണ്ട്. അതിൽ ഒന്നിലേക്ക് നിങ്ങൾക്ക് വാച്ചും ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ചെവിട്ടിൽ വെക്കുന്ന TWSഉം ചാർജ് ചെയ്യാം. അത് രണ്ടും 12 വാട്ട്സ് 12 വാട്ട്സ് ആണ് വരുന്നത്. പിന്നെ AC ചാർജിങ് ഉണ്ട്, മേലെ 2 AC ചാർജുകൾ വരുന്നുണ്ട്. ഇതാണ് പവർ സ്റ്റേഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ 2 AC ചാർജിങ്. അവിടെ തന്നെ നിങ്ങൾക്ക് GAN അഡാപ്റ്ററും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അപ്പോൾ ഒരു 3 എണ്ണം അവിടെയും ചെയ്യാം. ഇനി വേറൊരു GAN ചാർജറും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ 3 ചെയ്യാം. അപ്പോൾ എന്താ, ഇവിടെ 3 ഇവിടെ 3, അപ്പോൾ ഇവിടെ 6, ഇവിടെ 8, പിന്നെ 10. 10 അങ്ങനെ ഒരു നിഗമനം എടുത്തോ. ഇവർ 7 പറഞ്ഞത്, പക്ഷേ 7ന് പുറം എൻ്റെ ഒരു നിഗമനത്തിൽ ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ബാക്കിൽ ഒരു AC ചാർജിങ് കൂടെ ഉണ്ട്, അവിടെയും നിങ്ങൾക്ക് കുത്താം. അവിടെയും ഈ പറഞ്ഞ പോലെ GAN ചാർജർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, 3 പോർട്ടുള്ള GAN ചാർജർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് 3 എണ്ണം ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ പറയണമെങ്കിൽ ബാക്കിൽ 3, ഫ്രണ്ടിൽ 3, പിന്നെ റൈറ്റ് സൈഡിൽ 3. അപ്പോൾ ഇവിടെ 3, 6, 9, 11, 13 ഡിവൈസുകൾ നിങ്ങൾക്ക് ഒരേ സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഭയങ്കര കോമ്പാക്റ്റും കൂടിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. ഈ ഒരു ആക്സസറിയിൽ ഇനി നിങ്ങൾക്ക് ഹോം അപ്ലയൻസസിൻ്റെ ഫ്രിഡ്ജോ ഇൻഡക്ഷൻ കുക്കറോ എന്തെങ്കിലും കറണ്ട് കുത്തണമെന്നല്ല, ചാർജ് ചെയ്യണമെന്നല്ല, കറണ്ട് കുത്തണമെന്നുണ്ടെങ്കിൽ അതും കുത്താം ഈ AC-ൻ്റെ പ്ലഗ്ഗമ്മ. കാരണം അതിന് 3 പ്ലഗ്ഗാണല്ലോ വരണത്. അപ്പോൾ ഒന്നിലേക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഹെയർ ഡ്രയർ യൂസ് ചെയ്യണം ഡൈസൻ്റെ എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അതിൽ നിങ്ങളിഷ്ടമാണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതുള്ളത്. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഇത് ചൈനയിലാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഭയങ്കര പോർട്ടബിളാണ്. ഇത് എൻ്റെ കയ്യിൽ കിട്ടണമെന്ന് എനിക്ക് എത്രയും പെട്ടെന്നൊരാഗ്രഹമുണ്ട്. ഇത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വില കൂടാനും സാധ്യത ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതൊരു എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഒരു 600-700 റേഞ്ചിലാണ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചേ പറ്റൂ. കാശ് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ OpenAI പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അവർ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2027 അതിൻ്റെ സ്റ്റാർട്ടിങ് വരാൻ പോകുന്നുണ്ടെന്നാണ് പറയണത്. അതിന് ഡെവലപ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2028 അവർ ഫുള്ളായിട്ട് ആ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയണത്. പിന്നെ അവർ ആപ്ലിക്കേഷൻസിനൊക്കെ അവർ റീപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് പറയണത്. അതൊരു നല്ലൊരു തീരുമാനമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആപ്ലിക്കേഷനിലെ ത്രൂ ആണല്ലോ നമ്മൾ മൾട്ടി ടാസ്കും കാര്യങ്ങളും ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ Gmail യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Gmail ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു, Gmail പോകുന്നു, അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ OpenAI സ്മാർട്ട് ഫോണിൽ AI ഏജൻ്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതൊരു ആളാണ് AI ഏജൻറ്റ്. ഇദ്ദേഹം ഒരു ഏജൻ്റാണ്. ഇദ്ദേഹത്തിന് എന്താണ് നമ്മൾ പറയുന്നത്, എന്താണോ നമ്മൾ കമാൻഡ് ചെയ്യുന്നത് അതിലേക്ക് അങ്ങേര് പോവും, ആ ആപ്ലിക്കേഷനിലേക്ക് നേരെ പോവും. എന്നിട്ട് ആ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങേര് AI ഏജൻറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് കാലണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയണേ, എനിക്കിപ്പോൾ ഒരു പുതിയൊരു സിനിമ കാണണം. ഇപ്പോൾ ഡോക്ടർ ഡൂമിൻ്റെ പുതിയത് വരാൻ പോകുന്നുണ്ടല്ലോ ഡിസംബറിൽ. അപ്പോൾ എനിക്കറിയാം ഇനി ഒരു 6-7 മാസം എന്തായാലും ഡിസംബറിലുണ്ട്. അപ്പോൾ ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു റിമൈൻഡർ ഇടാം, ഈ സിനിമ ഇന്ന് ഇറങ്ങും, ഏത് ദിവസം ഇറങ്ങും, ഏത് സമയത്ത് ഇതിൻ്റെ ഷോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ AI ഏജൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ AI ഏജൻറ്റ് നമുക്കത് സ്കെഡ്യൂൾ ചെയ്ത് തരും. പിന്നെ നമ്മൾ ആ സമയമാകുമ്പോൾ അങ്ങേര് നമുക്കൊരു ഇത് വരും, നോട്ടിഫിക്കേഷൻ വരും, ഒരു റിമൈൻഡർ തരും. ഡോക്ടർ ഡൂംസ് ഇന്ന ദിവസം ഈ മാസം ഇറങ്ങി, ഇന്ന ദിവസം ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് തരും. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം.
ഇത് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും 2027-28 ആപ്ലിക്കേഷൻസിനൊക്കെ യവന്മാർ AI സ്മാർട്ട് ഫോൺ കമ്പനി ഓപ്പൺ AI കമ്പനി റീപ്ലേസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്യുക. വാവ്, കാലഘട്ടത്തിൻ്റെ പോക്കുണ്ടല്ലോ, അത് വേറെ ലെവല് തന്നെ. AI ഇനി ഭരിക്കുന്ന കാലങ്ങളിലേക്ക് വരാൻ പോവാണ് ഗൈസ്. എന്താ പറയുക, എന്തെങ്കിലും ആവട്ടെ. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് കടന്നാലോ? ലാസ്റ്റത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ഒരു പുതിയൊരു നിയമം കൊടുത്തിട്ടുണ്ട്. അതും ലാപ്ടോപ്പിലേക്കാണ് ആ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ, ഓഡിയൻസുകളെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി വരാൻ പോകുന്ന ലാപ്ടോപ്പുകളിൽ ഇനി Type-C ചാർജിങ് വേണം എന്നാണ് പറയുന്നത്. കാരണം അറിയാലോ, യൂറോപ്യൻ യൂണിയനാണ് ആപ്പിൾക്ക് 8 മുട്ടനാടിൻ്റെ പരിപാടി കൊടുത്തത്. മറ്റേ ഐഫോണിൻ്റെ 15 സീരീസിനും 16 സീരീസിനും 17 സീരീസിനും Type-C ചാർജർ വേണം. അതേ നിയമം തന്നെയാണ് യവന്മാരും ലാപ്ടോപ്പിലും കൊണ്ടുവരാൻ പോകുന്നത്. അതായത് നിർബന്ധമായിട്ട് Type-C പോർട്ടുകളുള്ള ലാപ്ടോപ്പുകൾ ഉണ്ടാവണം എന്നാണ് പറയണത്. മനസ്സിലായില്ല കാര്യങ്ങൾ? വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ല. ഇനി വരാൻ പോകുന്ന ചെറിയ പ്രൈസും മിഡ് റേഞ്ച് പ്രൈസും ഹൈ എൻഡ് പ്രൈസുകളിലും ഈ പറഞ്ഞ Type-C പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ലാപ്ടോപ്പുകളുമായിട്ട് യൂറോപ്യൻ യൂണിയന് വരാൻ പോകുന്നതെന്നാണ് പറയണത്. ആ നിയമം കൊണ്ടുവരാൻ പോവാണ്. മിക്ക ആൾക്കാർക്ക് അറിയാം, ചില മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ലാപ്ടോപ്പുകൾക്ക് Type-C പോർട്ട് വർക്ക് ചെയ്യും, ചാർജിങ് വർക്ക് ചെയ്യും. അതിനാണ് നമ്മൾ PD ചാർജർ എന്ന് പറയാം, പവർ ഡെലിവറി. അത് വർക്ക് ചെയ്യും. പക്ഷേ ബേസിക് ലാപ്ടോപ്പുകളിൽ അത് വർക്ക് ചെയ്യില്ല. ഇനി ബേസിക് ലാപ്ടോപ്പുകളിലും PD ചാർജർ നിർബന്ധമായിട്ടും വേണം. മിഡ് റേഞ്ചിലും വേണം, ഹൈ എൻഡ് ഗെയിമിംഗ് ലാപ്ടോപ്പിലും വേണം. മിക്ക ആൾക്കാർക്ക് അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഹൈ എൻഡ് ഗെയിമിംഗ് ലാപ്ടോപ്പിൽ എന്തായാലും PD ചാർജിങ് വർക്ക് ചെയ്യും. കാരണം അത് 100 വാട്ട്സിന് മുകളിൽ വരും. 100 വാട്ട്സ് മുതൽ 100 വാട്ട്സിൻ്റെ മുകളിലുള്ള പവറാണ് അതിന് കൊടുക്കുന്നത്. അപ്പോൾ മിഡിലും ഹൈയിലും എന്തായാലും ഇപ്പോൾ നിലവിലുണ്ട്. ഇനി ബേസിക്കിലും യവന്മാരിത് കൊണ്ടുവരും. പിന്നെ ഒരു തോന്നൽ എനിക്ക് ഉണ്ട് ട്ടാ, ഇത് തോന്നാണ്ടിരിക്കട്ടെ, യവന്മാർ ഇനി ഈ ലാപ്ടോപ്പിൻ്റെ ചാർജർ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം എനിക്കുണ്ട്. അത് വരാണ്ടിരിക്കട്ടെ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് അഭ്യർത്ഥനമായിട്ട് പറയാനുള്ളത്. ചിലപ്പോൾ ഇവർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ലാപ്ടോപ്പിൻ്റെ ചാർജറിന് വില കൂടുതൽ കൊടുക്കേണ്ടി വരും. യവന്മാരിത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റീസൈക്ലിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതൊക്കെയാണെന്നാണ് പറയണത് യൂറോപ്യൻ യൂണിയന്. കഞ്ഞികുടി മുട്ടിക്കാനും, അതേപോലെ കഞ്ഞികുടി മുട്ടിക്കാനല്ല, സോറി, അത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. നമ്മളുടെ പോക്കറ്റ് അടി കൂടിയോ എന്നാണ് എൻ്റെ ഒരു സംശയം. നമ്മളെ പോക്കറ്റ് അടിച്ചിട്ട് നമ്മളെ കൊണ്ട് കൊല്ലിക്കുക എന്നുള്ള ഒരു രീതികളിൽ യൂറോപ്യൻ യൂണിയൻ ഇപ്പം നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ബിസിനസ്സാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതികളിലാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അപ്പം ഇതേപോലത്തെ നിഗൂഢ പ്രവർത്തനം കൊണ്ടുവരുന്നത്. എന്ത് നിഗൂഢ പ്രവർത്തനം? മക്കളെ, ഇനി ലാപ്ടോപ്പിൻ്റെ ചാർജറുകളൊക്കെ ഭയങ്കര വില കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ 2026 വലിയൊരു കഷ്ടത്തിലാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഈ ഒരു പാസ്സാക്കലും, വാവ്, ഹാറ്റ്സ് ഓഫ് ടു യൂറോപ്യൻ യൂണിയൻ ഗൈസ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുക. ശ്രദ്ധിച്ച് കേട്ടല്ലോ കാര്യങ്ങൾ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇതന്നെയാണ് അവസ്ഥ. എനിക്ക് തോന്നുന്നതൊരു നിഗമനമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് ഇല്ലാണ്ടിരിക്കട്ടെ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്താം. ബിസിനസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്തെങ്കിലും ആവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
എല്ലാവരും വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഷെയറും ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.